അപ്പോൾ ഇഞ്ചോടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സെൻട്രൽ കെയർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ബീന തോമസ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ഓക്കെ. സീന ഹൗസ് വൈഫ്. വിജി ഹൗസ് വൈഫ് എന്ന് പറഞ്ഞുകൂടെ ഇപ്പോൾ? അതാണ് ഏറ്റവും വലിയ ജോലി. ജോളി. അനിത ഹൗസ് വൈഫ്. മിന്നി ഹൗസ് വൈഫ്. എല്ലാവരും ഫ്രണ്ട്സ് ആണോ അതോ റിലേറ്റീവ്സ് ആണോ? ഫ്രണ്ട്സ് ആണ്. എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്? 3 വർഷം. എവിടെ നിന്നാ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? എല്ലാരും കൂടി ഒരു ജിമ്മില് ജിമ്മത്തിമാരാണ്. പറയത്തില്ല, അത് സത്യം. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയുക. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒരു കുറ്റബോധത്തിന് ഇട വരരുത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ നോക്കുക, അല്ലെങ്കിൽ കേട്ടോ. ഏറ്റവും കൂടുതൽ ആൻസർ ഇന്ന് ആരാണോ പറയണം അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ്. മനസ്സിലായോ? മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ചീകി ഒതുക്കാൻ പറ്റാത്ത ഒരു മുടിയുണ്ട്. ഏതാണ് ആ മുടി? പൊന്മുടി കറക്റ്റ് ആൻസർ ആണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുമുടി എന്നും പറയാം. പൊന്മുടി. അടുത്തിരുന്നോണ്ട് കൊച്ചു കള്ളി ആൻസറൊക്കെ അറിയാം. സ്ഥിരം പോകുന്ന സ്ഥലം, അതുകൊണ്ട് അറിയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? പോകുന്നതാണ് കൂടെ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. കപ്പിത്താൻ ഇല്ലാത്ത ഷിപ്പ് ഏതാണ്? ഫ്രണ്ട്ഷിപ്പ്. കണ്ടോ, ഞാൻ അപ്പോഴേ വിചാരിച്ചു ആൻസർ കിട്ടുമെന്ന്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തന്നെ അവർക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ എന്തോ ഒരു മന്ത്രം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ വർഷത്തുള്ളവരെല്ലാം ആൻസർ പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു ചോദ്യം, അതിന്റെ ഉത്തരം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ചോദ്യം, ഒരു സമയം എത്രയായി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ആകുമ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ പക്കലുള്ള ഒരു കാര്യം നമ്മൾ ഇത് പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർക്കും ലഭിക്കും, എന്നാൽ നമുക്കുള്ളത് കുറയത്തുമില്ല. എന്താണ്? സ്നേഹമല്ല, അതിനേക്കാൾ പേര്. അറിവ്. ആരാ പറഞ്ഞേ? അറിവ് കറക്റ്റ് ആൻസർ ആണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻസർ കുറച്ചിട്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ പരിപാടി വേണ്ട. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം ഏതാണ്? കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം. കലണ്ടറിലെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു അസുഖമുണ്ട്. കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം. കലണ്ടറിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ? എന്താ ആഴ്ച, ദിവസം, പിന്നെ മാസം, അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ഓർമ്മയ്ക്ക് കിട്ടും എന്താണെന്നുള്ളത്. കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം. സ്റ്റാർട്ട് മായാണ്. ഞാൻ ക്ലൂ തരത്തില്ല. മണ്ടയല്ല, മെയ്യല്ല, മറവിയല്ല, മന്ത് കറക്റ്റ് ആൻസർ. കണ്ട 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെ ഇരുന്ന അതാ ഒരു സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ആൻസർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഠിത്തത്തിന് മെഡിക്കുകയായിരുന്നു തോന്നുന്നു പണ്ട്. ആണല്ലേ? അതുകൊണ്ടല്ലേ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമ്മയെ കുത്തി മകൻ മരിച്ചു. തീപ്പെട്ടിക്കൊള്ളി. ഇതേ അവിടെ നിന്ന് ആൻസർ വന്നത്. അപ്പോൾ അവിടെയും 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി, ഇവിടെയും 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 കൂട്ടുകാരികളുടെ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അതും അടുത്തിരുന്നു കൊണ്ടാണ് ഈ പോരാട്ടം നടക്കുന്നത്. ഇനി അടി കൂടുമോ എന്ന് അറിയാൻ വയ്യ. എന്തോ ഇവിടെ കമന്റ് അടിച്ചു. എന്താ ചേച്ചി പറഞ്ഞു? ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ പറയാത്തത്. അവര് ജയിക്കട്ടെന്ന് കരുതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരീക്ഷ എഴുതിയ കുട്ടിയെ വിഷമത്തിലാക്കിയ ഒരു പൂവുണ്ട്. ഏതാണ് ആ പൂവ്? നമ്മൾ വീട്ടിലൊക്കെ ഈ പൂവ് വളർത്തും, അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. തെറ്റി കറക്റ്റ് ആൻസർ. അവക്കും കിട്ടി. ഞാൻ മാത്രം പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ.
കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? ഉള്ളി അല്ല, അത് നമ്മളല്ലേ പണിയെടുക്കുന്നേ. കരഞ്ഞുകൊണ്ട് പണിയെടുക്കും. മിക്സി അല്ല, മിക്സി അല്ല. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ഈ വെളിച്ചമില്ലാത്ത സമയത്ത്, കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആ സാധനം ഉപയോഗിക്കും. മെഴുകുതിരി. കറക്റ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ അവിടും പറഞ്ഞു ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയില്ല, എനിക്ക് എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും അറിയാം. അറിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലേ. ഇനിയുള്ള ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ പറഞ്ഞോളാം. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും അല്ലേ. ഡാൻസും ജിമ്മും എല്ലാ പരിപാടിയും ഉണ്ട്, പക്ഷെ പാട്ട് മാത്രം പാടൂല. അറിയത്തില്ലേ? പാടത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റും. 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റും. ഇവിടെ ആർക്കും ഇല്ല ആ സാധനം. കണ്ണാടി. കണ്ണാടി. 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. കണ്ണാടിയാണ് ആൻസർ. ഞാൻ പറയാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് പറഞ്ഞു കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഓടിച്ച കാർ ഏതാണ്? ഗാന്ധിജിക്കല്ലേ അറിയോ? ഗാന്ധിജി ഓടിച്ച കാർ. ഇവിടെ ബുദ്ധിമാനായ ഒരു ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ആലോചിക്കുകയാണ്. ബ്രിട്ടീഷുകാർ. ഞാൻ വിചാരിച്ചപ്പോഴേ കിട്ടുമായിരിക്കും. അപ്പോൾ ഇവിടെ 2 കളക്ടറാവേണ്ട ആളായിരുന്നു അല്ലേ. അപ്പോൾ 2 കൂട്ടുകാരികൾ ഇഞ്ചോടിഞ്ചു പൊരുതി 4 ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. എനിക്ക് കൺഫ്യൂഷനായി. 2 പേർക്കും സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 പേരെയും വെച്ചിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ ചോദിക്കും. നിങ്ങൾ ആരും മിണ്ടരുത് കേട്ടോ. പറഞ്ഞതുകൊണ്ട് ഇനി മിണ്ടുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പട്ടി വാലാട്ടുന്നത് എന്തുകൊണ്ടാണ്? വാലുകൊണ്ട്. വാലാട്ടുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമല്ലേ. വാലുകൊണ്ട്. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ IPS എഴുതാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്നാണ് ആ ചേച്ചി പറയുന്നത്. എന്തായിരുന്നു പേര്? സീന. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി സീന ചേച്ചിയാണ്. സീന ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചോളും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.